അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്, directed by Gautam Vasudev Menon ആൻഡ് സ്റ്റാറിംഗ് മെഗാസ്റ്റാർ മമ്മൂട്ടി, Gogul Suresh, സിദ്ദിഖ്, Lana, അങ്ങനെ കുറച്ച് താരനിര. Shine Tom Chacko. ഷൈൻ ചാക്കോ ഒക്കെ കുഞ്ഞു കുഞ്ഞു സീനുകളിലൊക്കെ തന്നെ ഷൈൻ ചാക്കോ വന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞു പടം, വളരെ കുഞ്ഞു പടം, ചെറിയൊരു പടം. അതെ. ഗൗതം മേനോന്റെ ആദ്യത്തെ മലയാളത്തിലേക്കുള്ള ഡയറക്റ്റ് എൻട്രി. അതെ. സോ മ്യൂസിക് ബൈ ദർബോക് ശിവ. ഗൗതം മേനോന്റെ തന്നെ എന്നെ നോക്കി പായും തോട്ടെ പുള്ളിയാണ് ചെയ്തത്. സോ അബലത്തിൽ ഗൗതം മേനോൻ ഇവിടെയും കൊണ്ടുവന്നു. പിന്നെ എന്നെ നോക്കി മ്യൂസിക് നൈസ് ആയിരുന്നു, ഗംഭീരം എന്ന് പറയാനില്ലെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നൈസ് ആയിരുന്നു. പാട്ടുകൾ വലിയ ഒരു പാട്ട് അടിപൊളി ഒരു പാട്ടുണ്ട്, മറ്റേ ക്ലാസിക് ആണ്. അത് ഗൗതം മേനോന്റെ ടച്ച് ആ പാട്ടിലാണ് എത്തിയത്. ക്ലാസിക്കൽ സോങ്ങിന് ട്രാൻസിഷൻ ഉണ്ട്. ആ സോങ്ങും ആ ഒരു പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലവും രണ്ടിടത്ത് പ്ലേസ് ചെയ്തു. രണ്ടിടത്ത് ഒന്ന് സോങ് ആയിട്ടും പ്ലേസ് ചെയ്ത് പിന്നെ BGM ആയിട്ടുള്ള പ്ലേസ് ചെയ്തു. അത് നൈസ്, ഒരു ഗംഭീര പരിപാടിയായിരുന്നു. സോ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു ഗംഭീരമല്ല, ഡീസന്റ് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. പിന്നെ മേക്കിംഗ്, ഗൗതം മേനോന്റെ സ്ഥിരം ടൈപ്പ് ഓഫ് മേക്കിംഗ്, അത് ഇഷ്ടമുള്ളവർക്ക് പക്കായിട്ട് ഈ പടം ഇഷ്ടമാവും. എന്ന് വെച്ച് സ്ഥിരം ഗൗതം മേനോൻ പടം കണക്ക് ഒരു റൊമാൻസ് ട്രാക്ക് ഇല്ല. ഇതൊരു ഡീസന്റ് ത്രില്ലർ മൂവി. അതെ, സീറ്റഡ് ത്രില്ലർ അല്ല, ഡീസന്റ് ത്രില്ലർ മൂവിയാണ്. പക്ഷേ ഈ പടം നമ്മൾ ഇനി പടത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ 32 മിനിറ്റാണ് ഈ പടം ഉള്ളത്. സോ അതിനകത്ത് ഒരു 1.25 മണിക്കൂർ നമുക്ക് തോന്നും ഈ പടം പക്ക ഫ്ലാറ്റ് ആയിട്ടാണ് പോകുന്നത്. ഒരു ഹൈ മൊമെന്റ് ഇല്ല, ഒരു ലോങ് ഹൈ അങ്ങനെയൊന്നുമില്ല, പക്ക ഫ്ലാറ്റ് ആയിട്ട് പോകുന്ന ഒരു പടം, ഒരു ഡീസന്റ് ലെവലിൽ പോകുന്ന പടം. ആ പടം ആ ഒരു 2 മണിക്കൂർ അടുപ്പിച്ചെത്തുമ്പോഴത്തേക്ക് ഒരു ലിഫ്റ്റിംഗ് ഉണ്ട്. ക്ലൈമാക്സ് കഴിഞ്ഞ് കുറച്ചൊന്ന് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ആ സ്ക്രീൻ പ്ലേക്കകത്ത് ഒരു ഹൈ ഗിയറിംഗ്, ഒരു ഹൈ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും ആ പടത്തിൽ. അവിടുന്ന് എന്ന് വെച്ചാൽ അത് വരെ എൻഗേജ്ഡ് ആണെന്നല്ല, ഫസ്റ്റ് ഹാഫ് നൈസ് ആണ്, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ഡൗൺ ആണ്. ഗംഭീരം എന്ന് പറയാൻ വേണ്ടി സാധനങ്ങളൊന്നും ഇല്ല, പക്ഷേ മോശം എന്ന് പറയില്ല, ഡീസന്റ് ആയിട്ട് പടം നിർത്തിയിട്ടുണ്ട്, നൈസ് ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടിയെ പ്രസന്റ് ചെയ്തേക്കുന്ന രീതി, മമ്മൂട്ടി ഇതിനകത്ത് അടിപൊളിയാണ്, നൈസാണ്. പുള്ളിക്ക് അഭിനയിച്ച് മരിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊന്നും ഇല്ല. പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഒക്കെ ഇല്ലേ, ആ ഒരു വൈബ് ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. പുള്ളി ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇടുന്ന പല ഫിഗേഴ്സും ആ ഒരു ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ചിലയിടത്ത് മമ്മൂട്ടി നിർത്തിയിട്ട് സൗന്ദര്യവാസത്തേക്ക് നടക്കാൻ നമുക്ക് ഇങ്ങനെ തോന്നും, ഗംഭീര പരിപാടിയാണ്. പുള്ളി നിർത്തി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന കണക്ക് ചില സ്ഥലത്തൊക്കെ കൊണ്ട് നിർത്തി നൈസ് ഒരു പരിപാടി. ഗോകുൽ സുരേഷുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ ഒക്കെ കൊള്ളാം, ഡീസന്റ് ആയിരുന്നു. പിന്നെ മറ്റേ നമ്മുടെ പാച്ചുവും അത്ഭുതവിളക്കിലും ആ അമ്മച്ചിയുണ്ട് ഇതിനകത്ത്, അവരും നൈസായിരുന്നു. പക്ഷെ എനിക്ക് വലുതായിട്ട് അവരുടെ ആ ഒരു സ്ലാങ്, മറ്റേ അതിന്റെ സ്ലാങ് തന്നെ, മറ്റേ സിനിമയിലെ സ്ലാങ് തന്നെ, അത് നമുക്ക് കുറച്ച് ഇതായിട്ട് തോന്നും. കാസ്റ്റിംഗ് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ കാസ്റ്റിംഗ് ആക്കായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പടം തുടക്കം മുതൽ അവസാനം വരെ മെയിൻ ആയിട്ട് പടം കൊണ്ടുപോകുന്നത് മമ്മൂട്ടിയും ഗോകുൽ സുരേഷും. മമ്മൂട്ടിയുടെ ട്രാവലാണിത്, മമ്മൂട്ടിയുടെ ഇൻവെസ്റ്റിഗേഷൻ ട്രാവലാണിത്. എന്ന് വെച്ച് ഈ പറഞ്ഞ സീറ്റഡ് ത്രില്ലർ ഒന്നുമല്ല. ഒരു സാധാരണ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്ന ഒരാൾ എങ്ങനെ അന്വേഷിക്കുന്നു അതുപോലെ പക്കയായിട്ട് അന്വേഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പടം തുടങ്ങി കുറച്ച് ഒരു ഫസ്റ്റ് ഹാഫ് ഒക്കെ എത്തുന്നവരെ അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു ക്യാരക്ടർ, മമ്മൂട്ടിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു, ഡൊമിനിക്കിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം ഭയങ്കര ഇന്റലിജന്റുമാണ്, ഭയങ്കര തള്ളാണ്, ചില സമയത്തൊക്കെ മണ്ടനാണ്, ചില രീതിയിൽ അത് മറ്റേ ഈ തെറ്റിപ്പോകുന്നതാണ്, 20% മിസ്റ്റേക്ക് വരാം, അങ്ങനെ തെറ്റിപ്പോകുന്നതാണ്. പക്ഷെ ഇന്റലിജന്റ് ആണ് പുള്ളി, അങ്ങനെ ഒരു വൈബാണ്, നല്ലൊരു ക്യാരക്ടറാണ്. പിന്നെ ട്വിസ്റ്റ് പറഞ്ഞു തരാനല്ല, ഡീസന്റ് ട്വിസ്റ്റ്, ഗംഭീര ട്വിസ്റ്റ് ആണ്. മലയാളത്തിൽ ഇത് ഒരു തമിഴ് പടത്തിൽ ഈ ഒരു ട്വിസ്റ്റ് ഉണ്ട്. പടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ട്വിസ്റ്റ് ഉണ്ട്, അത് പടം പറയുന്നില്ല. ആ തമിഴ് പടത്തിൽ ഇത് ഫസ്റ്റ് കാണുമ്പോൾ നമ്മൾ ഞെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ. പക്ഷേ ഇതൊരു മലയാളം പടത്തിൽ പ്ലേസ് ചെയ്യുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, എക്സ്പെക്ട് ചെയ്തില്ല, അത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അത് ഗൗതം മേനോന്റെ നല്ലൊരു ധൈര്യമായിട്ട് കാണുന്നു. അതാണ് പടത്തെ അങ്ങോട്ട്, പടത്തിന്റെ ഫ്രെയിം തന്നെ മര്യാദ. നമ്മുടെ ഒരു ഫ്ലാറ്റിൽ പോയ പടം പക്ക ഡൈവേർട്ട് ഹൈ മൊമെന്റിലോട്ട് കൊണ്ടുപോയത് ആ ഒരു ട്വിസ്റ്റാണ്. ആ സമയത്ത് ആ ഇന്റർവേഷനും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ചിലർക്ക് പക്ഷെ അത് ലാഗായിട്ട് തോന്നും, പക്ഷെ അത് സിനിമയുടെ വൈബിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് പക്കയായിട്ട് ഫീൽ ചെയ്യും, ആ ഇന്റർവേഷൻ സാധനങ്ങളൊക്കെ. ഈ പടത്തിൽ നിങ്ങൾ കണ്ട, അതായത് പടം ട്രെയിലറിൽ കണ്ട കാസ്റ്റിങ്ങുകൾ, അത്രയും ക്യാരക്ടേഴ്സ്, അത്രയും ആക്ടേഴ്സ് ഇതിനകത്ത് പടത്തിൽ ത്രൂ ഔട്ട് ഇല്ല. എല്ലാവർക്കും കുറച്ച് സീനേ ഉള്ളൂ. ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു സീനേ ഉള്ളൂ, ഒറ്റ സീനേ ഉള്ളൂ. പിന്നെ സിദ്ദിഖിന് ഒറ്റ സീനേ ഉള്ളൂ, ഉള്ളൂ. മറ്റേ വിജയ് ബാബുവിന് ഒറ്റ സീനേ ഉള്ളൂ. വിജയ് 2 സീനുണ്ട്, വിനീതിന് 2-3 സീനുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ്. പടം ഫുള്ള് കൊണ്ടുപോകുന്നത് മമ്മൂക്കയാണ്. പിന്നെ ഇതിനകത്തൊരു മെയിൻ ലേഡി ക്യാരക്ടർ ഉണ്ട് ലീഡ് ചെയ്യുന്ന. മമ്മൂട്ടി കഴിഞ്ഞ ഇതിനകത്ത് കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളത് മമ്മൂട്ടി ഗോകുൽ സുരേഷ് കഴിഞ്ഞാൽ കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളത് നന്ദിത എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത സുഷ്മിത ഭട്ട്.
കാണാൻ കൊള്ളാം, നല്ല കുട്ടിയാണ്. നല്ല കുട്ടിയാണ്, നൈസ് ക്യാരക്ടറാണ്. അതെ, കൊള്ളാം, ഐ ലൈക്ക് ഇറ്റ്. അത് കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ക്യാരക്ടറാണ്. പടം ത്രൂ ഔട്ട് ഉണ്ട് കേട്ടോ, ക്ലൈമാക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓവറോൾ ഇതൊരു ഡീസന്റ് ത്രില്ലർ മൂവിയാണ്. ഈ പറഞ്ഞ മാർക്കാണെങ്കിൽ ഫാമിലി കയറാത്തൊന്നുമല്ല, എല്ലാവർക്കും ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാൻ പറ്റുന്ന മമ്മൂട്ടിയുടെ ഒരു കുഞ്ഞു ചിത്രം, ഫൺ ത്രില്ലർ റൈഡ് ആണിത്. എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാം. ഗൗതം മേനോൻ ഇനി മലയാളത്തിൽ പടങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതെ, ഗൗതം മേനോന്റെ ഫസ്റ്റ് മലയാളം പടം. ഈ ഒരു സ്ക്രിപ്റ്റ് ഏറ്റെടുത്ത മമ്മൂട്ടി കമ്പനിക്ക് ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. മമ്മൂട്ടി കമ്പനി എടുത്ത സ്ക്രിപ്റ്റ് ഒന്നും മോശമായിട്ടില്ല, പക്ഷേ അതിന്റെ പ്രൊമോഷൻ ഒക്കെ ഭയങ്കര മോശമാണ്. തീർച്ചയായിട്ടും പറഞ്ഞേ പറ്റൂ. ഇത്രയും മോശം പ്രൊമോട്ട് ചെയ്യുന്ന മാജിക് ഫ്രെയിംസ് മാത്രമായിരുന്നു നിലവിൽ മോളിവുഡിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിന് കോമ്പറ്റീഷൻ ആയിട്ട് മമ്മൂട്ടി കമ്പനിയും കയറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മമ്മൂട്ടി കമ്പനി എടുക്കുന്ന സ്ക്രിപ്റ്റ് ഒക്കെ അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് ഇത്രയും വന്ന എല്ലാം പോസിറ്റീവ് റിവ്യൂ കിട്ടിയിട്ടാണ് വന്നത്. കാതൽ നെഗറ്റീവ് റിവ്യൂ കിട്ടിയപ്പോൾ എന്തോ പറ്റി, തകർന്നടിഞ്ഞിട്ട് ഡിസാസ്റ്റർ. അതുപോലെ ഒരു നെഗറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ തീരാവുന്ന. പക്ഷേ ഈ പടത്തിന് മാക്സിമം നെഗറ്റീവ് റിവ്യൂസ് പടം കണ്ട് ഇറങ്ങിയപ്പോഴേ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഹൈ പോസിറ്റീവ് വരാനുള്ള സാധനമില്ല. പക്ഷേ നമ്മൾ അവസാനത്തെ 30 മിനിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റും. ബിലോ ആവറേജ് പറയുന്നുണ്ടെങ്കിൽ അത് മോശമാണ്. ആവറേജ് പടമാണ്. ആസ്വദിക്കാൻ പറ്റാത്തവർക്കും ഇത് ആവറേജ് പടമായിരിക്കും. പടം കാണുന്നെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോയി തീർച്ചയായിട്ടും പോയി കാണാം, പൈസ വർത്തായിരിക്കും. ചുറ്റുള്ളവരുടെ കോണയിൽ പടം കാണാതിരിക്കുക. നിങ്ങൾക്ക് മമ്മൂട്ടിയുടെ ഒരു ഡീസന്റ് പടം, ഗൗതം മേനോന്റെ പടം മലയാളത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗോ വാച്ച് ഇൻ തിയേറ്റർ. അതെ, OTT സ്റ്റഫ് തിയേറ്റർ സ്റ്റഫ് തന്നെയാണ്. തിയേറ്റർ സ്റ്റഫ് തന്നെയാണ്. കാരണം അതിനകത്ത് കുറച്ച് ഞാൻ പറയാം, ആ പാട്ട് ആരെങ്കിലും ഒക്കെ ഒന്ന് മോശമാണെന്ന് പറയുമ്പോഴത്തേക്കും OTT കാണാന്നുള്ള മൈൻഡ് സെറ്റ് മാറ്റുക, പടം പോയി കാണാം. പ്രത്യേകിച്ച് ആ ഒരു സെക്കൻഡ് സോങ് ഉണ്ട്, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനമാണ്. അതെ, ഗൗതം മേനോന്റെ യൂഷ്വൽ ഒരു നൈസ് ഒരു ക്ലാസിക് സംഭവം ഇതിനകത്തുണ്ട്. അതിപ്പം അതൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യും. അപ്പം ഇനി അടുത്തത് ലാലേട്ടന്റെ ഒരു പടത്തിന്റെ റിവ്യൂ ഞങ്ങൾ വരുമായിരിക്കും. വരുന്നില്ലേ? തുടരും ലേറ്റ് ആവും, പക്ഷെ റിവ്യൂ കറക്റ്റ് സമയത്ത് വരും. ഓക്കെ, അപ്പം അതുവരെയും നമസ്കാരം.